ഇന്നത്തെ ദിവസം നമ്മൾ ഒരാളെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? കേരള രാഷ്ട്രീയത്തിലെ സൌമ്യ സാന്നിധ്യമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് 3 വർഷം തികയുന്നു. എതിരാളികൾക്ക് പോലും സ്വീകാര്യമായ നയതന്ത്രങ്ങളും അവ നടപ്പിലാക്കാനുള്ള സംഘടനാ മികവുമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിനെ നീണ്ട 5 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തനാക്കി നിലനിർത്തിയത്. 3 ആണ്ടിനിപ്പുറവും കോടിയേരി ബാക്കിവെച്ച ശൂന്യത ജനമനസ്സുകളിൽ മായാതെ തുടരുകയാണ്. 2022 ഒക്ടോബർ 3 നൊമ്പരക്കനലെറിഞ്ഞ ആ സായാഹ്നത്തിൽ കേരളത്തിലെ ഇടതു രാഷ്ട്രീയത്തിന്റെ സൌമ്യജ്വാലയെ അഗ്നിയുടെ ചുവന്ന നാളങ്ങൾ ഏറ്റുവാങ്ങി. ഇത്തരമൊരു യാത്രയയപ്പ് വേണ്ടിവരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ലോ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി പയ്യാമ്പലം ബീച്ചിൽ ചേർന്ന അനുശോചന യോഗത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. ഒരേ വഴിയിലൂടെ ഒരുമിച്ച് നടന്നവരാണ് ഞങ്ങൾ. പാതിയിൽ പക്ഷേ ആ വാക്കുകൾ മുറിഞ്ഞു. ഉള്ളിൽ അലയടിച്ച സങ്കടക്കടൽ നിയന്ത്രിച്ചു നിർത്താനാവാതെ പിണറായി സീറ്റിലേക്ക് മടങ്ങി. ഈ നഷ്ടം വലിയ തോതിലുള്ളതാണ്, ഒരു സംശയം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കും. പിണറായിയുടെ ആജ്ഞാശക്തിയിലും കോടിയേരിയുടെ അനുനയത്തിലുമായിരുന്നു CPIM-ന്റെയും LDF-ന്റെയും കെട്ടുറപ്പ്. തുടർഭരണമെന്ന ചരിത്രത്തിലേക്ക് ഇടതുപക്ഷത്തെ കൈപിടിച്ചാണ് കോടിയേരി വിടവാങ്ങിയത്. വാക്കിൽ, പെരുമാറ്റത്തിൽ, തീരുമാനങ്ങളിൽ ഔചിത്യം എന്ന മഹത്വം ആവോളം നിറഞ്ഞുനിന്ന കോടിയേരി എന്ന പൊതുപ്രവർത്തകൻ ഇടപഴകിയവർക്കെല്ലാം ഓരോരോ സാക്ഷ്യങ്ങളായിരുന്നു. കണ്ണൂർ തട്ടകത്തിൽ നിന്നാണ് നാടിന്റെ പേര് തന്നെ സ്വന്തം പേരിന് പകരം വെക്കാവുന്ന തലത്തിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ കേരള രാഷ്ട്രീയത്തിൽ വളർന്നത്. 2006 VS അച്യുതാനന്ദൻ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ മന്ത്രിസഭയിലെ 2ാം റോൾ കൃത്യതയോടെ നിറവേറ്റി. 2015 പിണറായി വിജയന്റെ പിൻഗാമിയായി CPIM സംസ്ഥാന സെക്രട്ടറിയായത്. 68ാം വയസ്സിൽ 5 പതിറ്റാണ്ടുകാലം സൌമ്യശോഭയോടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന കോടിയേരി ബാലകൃഷ്ണൻ അനശ്വരതയിലേക്ക് മടങ്ങി. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ. എന്നും ഓർമ്മയിലുണ്ടാകും പ്രിയപ്പെട്ട കോടിയേരി.